വന്ദേമാതരത്തിലെ വിവാദ പരാമർശത്തിൽ കേരള VC മോഹൻ കുന്നുമ്മലിനെതിരെ പ്രതിഷേധം കനക്കുന്നു. കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കുകയാണ് VC എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. VC മാപ്പ് പറയണമെന്ന് V ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. VC-മാർ തുടർച്ചയായി സംഘപരിവാർ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ സർക്കാരും മന്ത്രിയും നിലപാട് വ്യക്തമാക്കണമെന്നും AA റഹീം MP ആവശ്യപ്പെട്ടു. കേൾക്കാം. സംഘപരിവാറിന്റെ ഭാഗമായിട്ട് കാവ്യവൽക്കരണം എന്നുള്ള അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. എല്ലാവരുടെയും അമ്മയെ പരാമർശിച്ചുകൊണ്ടുള്ളൊരു പ്രസ്താവനയാണല്ലോ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്തായാലും അത് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിനൊട്ട് യോജിച്ചതായിട്ട് തോന്നുന്നില്ല. അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വൈസ് ചാൻസലർമാർ സംഘപരിവാർ വേദിയിലേക്ക് ഇങ്ങനെ തുടർച്ചയായി പോകുന്നത്, RSS പ്രചാരകരായവർ മാറുന്നത്, എന്താണ് ഗവൺമെന്റിന്റെ അഭിപ്രായം, നിലപാട് എന്നുകൂടി സർക്കാർ വ്യക്തമാക്കണം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കണം. അതേസമയം കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലിന്റെ വിവാദ പ്രസ്താവനയിൽ മൗനം പാലിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ 2 തവണ പ്രതികരണം തേടിയിട്ടും മന്ത്രി ഒഴിഞ്ഞുമാറി. ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള കേസ് എടുത്ത് അത് അന്വേഷിച്ച് കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോകും. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റി തലത്തിലോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിലോ കൈക്കൊള്ളാവുന്ന എല്ലാ നടപടികളും ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഗവൺമെന്റ് അക്കാര്യത്തിൽ കൈക്കൊള്ളും. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, അതിശയോക്തി പറയുകയല്ല. അപ്പോൾ സർവകലാശാലകളിലെ കാവ്യവൽക്കരണം എന്ന് വിക്കിപീഡിയയിൽ അടിച്ചു കൊടുത്താൽ തന്നെ മോഹൻ കുന്നുമ്മലിന്റെ മുഖം തെളിയും. എത്രയോ വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ഈ വിഷയത്തിൽ ഏറ്റവും പുതിയതായും പ്രതിഷേധം തുടരുകയാണ്. അറിയേണ്ടത് സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ വിഷയത്തിൽ എന്ത് നിലപാടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. റോഷ്നി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോണിന് ഈ വിഷയത്തിൽ ഒരു നിലപാടുമില്ല എന്ന് പറയേണ്ടി വരും. ഇന്നലെ മോഹനൻ കുന്നുമ്മൽ പരിപാടിയിൽ പങ്കെടുത്ത് മോശമായ വാക്കുകൾ കൂടി ഉപയോഗിച്ചിട്ട് നേരത്തോട് നേരമാകുന്നു ഇപ്പോൾ നമ്മൾ ഈ ലൈവ് ചെയ്യുന്ന സമയത്ത്. ഇതിനിടയിൽ 3 തവണ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം എടുക്കാൻ നമ്മൾ ശ്രമിച്ചു. ഇന്നലെ ശ്രമിച്ചു, ഇന്ന് ശ്രമിച്ചു. ഇന്ന് ഈ വിഷയത്തിന് മുമ്പ് ഏതൊക്കെ വിഷയത്തിൽ അദ്ദേഹത്തോട് മറുപടി ചോദിച്ചോ അതിനൊക്കെ അദ്ദേഹം മറുപടി തന്നു. പക്ഷേ ഇതിനൊരു മറുപടിയും റോജി M. ജോൺ എന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിൽ നിയമപരമായ ഈ VC-യെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനോ മറ്റോ ഒന്നും സർക്കാരിന് എന്തായാലും കഴിയില്ല. അത് ഗവർണറാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഈ സർക്കാരിന് ഈ വിഷയത്തിലുള്ള സ്റ്റാൻഡ് എന്താണ് എന്ന് പറയാൻ കഴിയും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന R. ബിന്ദുവുമൊക്കെ ഇത്തരം നിലപാട് മോഹനൻ കുന്നുമ്മലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ കൃത്യമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. P. രാജീവ് അടക്കമുള്ള ആളുകൾ അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ആ VC RSS പരിപാടിയിൽ പങ്കെടുത്തത്, അവിടെ പോയി മോശമായ രീതിയിൽ വർത്തമാനം പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി, അത് ശരിയായില്ല എന്ന തരത്തിൽ വളരെ മൈന്യൂട്ടായ ഒരു പ്രതികരണം നടത്താൻ പോലും റോജി M. ജോണിനോ മന്ത്രിസഭയിലുള്ള മറ്റാർക്കോ കഴിഞ്ഞിട്ടില്ല എന്നത് റോഷ്നി ആദ്യം പറഞ്ഞ അതിശയോക്തിയായി നമ്മൾ പറയേണ്ടി വരും. യെസ്, റഹീസ് റഷീദാണ് ഈ വിഷയത്തിൽ വിവരങ്ങൾ നൽകിയത്.